നിങ്ങളുടെ നാക്കിന്റെ കളർ വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഐ എം ഡോക്ടർ മുഷ്താഖ്, യുവർ ഡെന്റിസ്റ്റ്. ഒന്നാമത്, നിങ്ങളുടെ നാക്കിന് വെള്ള കളറാണെങ്കിൽ ല്യൂക്കോപ്ലേക്കിയ, ലൈക്കം പ്ലാനസ്, അതുപോലെ തന്നെ പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ബോഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, തങ്കിൽ മഞ്ഞ കളറാണെങ്കിലോ നിങ്ങൾ മര്യാദയ്ക്ക് നാക്ക് ക്ലീൻ ചെയ്യുന്നില്ല, പോയി ക്ലീൻ ചെയ്യുക, അപ്പോൾ റെഡിയാവും, മഞ്ഞ പൊക്കോളും. മൂന്നാമത്, നിങ്ങളുടെ നാക്കിന് ഗ്രേ കളറാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ആവാം അതിൻ്റെ കാരണം. നാലാമത്, നാക്ക് നല്ല റെഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഡ്യൂ ടു സം അലർജിക് റിയാക്ഷൻസ്, അല്ലെങ്കിൽ ചില ഇൻഫ്ലമേഷൻസ് ഒക്കെ കൊണ്ടാവാം നമ്മളുടെ ഈ നാക്ക് ചുവന്നിരിക്കുന്നത്. അഞ്ചാമത്, നാക്കിന് നല്ല പർപ്പിൾ കളറാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് ചെക്കപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ. ആറാമത്, നാക്കിന് നല്ല സ്ട്രോബെറിയുടെ റെഡ്, ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഡ്യൂ ടു നമ്മുടെ സ്കാർലെറ്റ് ഫീവർ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അതുപോലെ കാണുന്നത്. അടുത്തതായിട്ട്, നിങ്ങളുടെ നാക്കിന് ഒരു ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ ലങ് റിലേറ്റഡ് ആയിട്ടോ എന്തോ വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല എന്നാണ് ഈ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ചെക്കപ്പ് വേണം. അവസാനമായിട്ട്, നിങ്ങളുടെ നാക്കിന് നല്ല ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിൽ നല്ല വലിയായിരിക്കും, അതുകൊണ്ടൊക്കെയാണ് കറുത്ത സ്റ്റെയിൻ വരുന്നത്. സാധാരണ നിങ്ങളുടെ നാക്കിന് ഒരു പെയിൽ പിങ്ക് കളറാണ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ ഇതുപോലെ ഈ കളറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റ്സിനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.